RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു റെഫ്രിജറേറ്ററിൻ്റെ റിലേ OLP ഇവയുടെ ചെക്കിംഗ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗോദ്രേജ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു കിറ്റാണ്. ഇതിലുള്ളത് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു PTC റിലേ, ഒരു OLP, പിന്നെ കംപ്രസറിൻ്റെ ഒരു ടെർമിനൽ ബോക്സ്, ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ വൈറ്റ് കളർ കാണിക്കുന്നത് അതിൻ്റെ ടെർമിനൽ ബോക്സ് ആണ്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന OLP. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. OLP റിലേ ഇവ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്ലാമീറ്റർ ആണ്. ക്ലാമ്പ് മീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നുകിൽ അതിലൊരു സ്പീക്കറിൻ്റെ ചിഹ്നമായിരിക്കും, അതല്ലെങ്കിൽ ഒരു ഡയോഡിൻ്റെ ചിഹ്നമായിരിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലാമീറ്ററിൻ്റെ 2 പ്രോബുകൾ തമ്മിൽ ടച്ച് ചെയ്തിട്ട് സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ക്ലാമീറ്ററിൻ്റെ ഒരു പ്രോബ് OLPയുടെ കംപ്രസറിൻ്റെ C ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഹോളിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം പ്രോബിൻ്റെ മറ്റേ അറ്റം OLPയുടെ വയർ ക്ലിപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഏറ്റവും മുമ്പാകത്ത് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ സൗണ്ടുണ്ട്. ഇപ്പോൾ OLP നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് PTC റിലേ ആണ്. PTC റിലേയുടെ മോൾ ഭാഗത്ത് ഒരു ഉയർന്ന ഭാഗമുണ്ട്. അത് കംപ്രസറിൻ്റെ C ടെർമിനലിലേക്ക് വരുന്ന വിധമാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ അതിൽ 2 ഹോളുകളും ഉണ്ടാവും. റിലേ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ വലതുവശത്തുള്ള ഹോൾ R ടെർമിനലിലേക്കും ഇടതുവശത്തുള്ള ഹോൾ S ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ അതിന് ഇതുപോലെ 3 കണക്ഷൻസും ഉണ്ടാവും. ഇതിൽ റിലേയുടെ വലതുഭാഗത്തെ ഹോള് കംപ്രസറിൻ്റെ R ടെർമിനലിലേക്കും ഇടതുഭാഗത്തെ ഹോള് കംപ്രസറിൻ്റെ S ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. റിലേയിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത് വലതുഭാഗത്ത് ഏറ്റവും മുകളിലുള്ള കണക്ഷനിലാണ്. റിലേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാമീറ്ററിൻ്റെ ഒരു പ്രോബ് നമ്മൾ റിലേയുടെ വലത് സൈഡിലെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ കണക്ഷനിൽ കണക്ട് ചെയ്യുക. ഇവിടെയാണ് റിലേയിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോളിൽ കണക്ട് ചെയ്യുക. അതാണ് R ടെർമിനൽ, അത് ഓക്കെയാണ്. അതിനുശേഷം S ടെർമിനലിലേക്കും കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ S ടെർമിനലിനും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ റിലേ ഓക്കെയാണ്. റിലേയുടെ അടിഭാഗത്ത് 2 കണക്ഷൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കംപ്രസറിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള കണക്ഷനിലാണ് നമ്മൾ ഇതിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. അത് ഒന്നുകിൽ ഫേസോ അതല്ലെങ്കിൽ ന്യൂട്രോ ആകാം. ഇനി എങ്ങനെയാണ് റിലേയും OLPയും കംപ്രസറിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് OLP ആണ്. അപ്പോൾ ഈ രീതിയിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് റിലേ ഇതുപോലെ വരുന്ന വിധമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള OLPയുടെ ഹോള് C ആണ്. അതിൻ്റെ വലതുഭാഗത്തുള്ള ഹോള് S ടെർമിനലാണ്, ഇടതുഭാഗത്തുള്ള ഹോള് R ടെർമിനലാണ്. ഇത് നമ്മൾ കംപ്രസറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് നേരെ തിരിയും. അപ്പോൾ വലതുഭാഗത്ത് R ടെർമിനലും ഇടതുഭാഗത്ത് S ടെർമിനലും ആകും. ഇനി റിലേ OLPയും നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ടെർമിനൽ ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഗോദ്രേജ് ഫ്രിഡ്ജിൻ്റെ തന്നെ ഒരു ടെർമിനൽ ബോക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ മോഡൽ ഫ്രിഡ്ജുകളിൽ മാത്രമേ ഇത് സ്യൂട്ട് ആകത്തുള്ളൂ. അപ്പോൾ റിലേ OLPയും എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.